അബ്ബാസ ഞാനിപ്പോ എത്താ കാട്ടുക? ഓൻ ചെയ്തതാണ്. ഇപ്പൊ 7 മാസം ഇപ്പാണ്ട് സ്കൂൾക്ക് ചെല്ലണം എന്നാ പറഞ്ഞിട്ടുണ്ടത്. ഓണിപ്പോ ഇമ്മാന്റെ അടുത്ത് കൊണ്ടുപോയതിപ്പോ ഞാൻ അറിയോ? ഈ സ്കൂള് വിട്ട് വന്നാലും ഓന് ഈ പോണുമ്പോ തന്നെയല്ലേ കളി. ഈ സ്കൂൾക്ക് അല്ലെങ്കിൽ ഫോണ് കൊണ്ടോണ്ട ആവശ്യമില്ലല്ലോ. മാസ്റ്റർമാര് എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് ഫോൺ ഏറ്റിങ്ങോട്ട് വരരുത് എന്ന്. എന്റെ മോൻ ജഡ്ജാണേ. ഓന്റെ അമ്മയും ഇവിടെ ഇല്ലല്ലോ. ഓളിപ്പോ ഓളോടല്ലേ. ഞാൻ എന്തേലും പറഞ്ഞാലേ ഓ എന്റെ നേർക്ക് ചാടും. ഇജ്ജ് കുറച്ച് കൊഞ്ചിച്ചല് കൂടിയതാണ്. മാസ്റ്റർ അടുത്ത് പോയിട്ടേ മാസ്റ്റർ എന്താ പറയണു നോക്കട്ടെ. എന്നിട്ട് ഞാൻ എനിക്ക് വിളിച്ച. നിങ്ങൾ കൊറേ നേരമല്ലേ പലർക്കും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണു. നിങ്ങള് സ്കൂൾ പോയിക്കാണ്ടേ ആ ഹെഡ്മാസ്റ്റർ നിന്റെ ഫോണും വേങ്ങിക്കൊണ്ടേ ഇച്ചായില്ലായിട്ട് കജ്ജണില്ല. അതന്നെയാണ് നബീസോ എല്ലാരും കുഴപ്പം. ഈ ഒരു അലാക്കേ ഇറങ്ങി അന്ന് തുടങ്ങിക്കണു എല്ലാരും അതാബ്. എന്നിട്ടേ അബ്ബാസ് നിങ്ങളോട് എന്താ പറയണു? ഓൻ എന്ത് പറയാനാ? ഓൻ ദുബായില്. ഓന്റെ പെണ്ണുങ്ങളാണെങ്കിൽ ഓളോടെ പോയി പെറ്റും കിടക്കുകയാണ്. ബാപ്പാന്റെ ഇമ്മാന്റെ ഒരു നോട്ടേ മക്കളെ മേലിൽ എപ്പോഴും വേണം. എന്നാലേ മക്കള് നന്നാവുള്ളൂ. ഞമ്മള് വല്ലിപ്പിയും പറഞ്ഞാലേ ഓരോരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിട്ടയക്കുന്ന സ്വഭാവക്കാരോ. ഓന്റെ അമ്മ ഇവിടെ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഓള് പറഞ്ഞാലൊന്നും ഓൻ കേൾക്കൂല. കുറെ അടുത്ത് ഓതടാ നിസ്കരിച്ചടാ ഞാൻ ഓനെ എപ്പോഴും പറയുമ്പോ ഓന്റെ നേർക്കാണ് ചാടും. ആ ചാട്ടാണ് ഓൻ ആ 7 മാസത്തെ നേരെ ചാടിക്കേണ്ടത്. അയാള് വിളിച്ചപ്പോ അതാണ് പറയേണ്ടത്. ഇനി അയാള് ഫോണിൽ ഇതൊക്കെ പുടിച്ചപ്പോൾ ഓൻ പറയണ്ടോക്കെയാണ്. അതൊന്ന് ചെന്ന് കേട്ടോക്കണം. അപ്പോഴതൊക്കെ അറിയുള്ളൂ എന്റെ പേരക്കുട്ടിന്റെ വർത്താനം. നിങ്ങളോട് ഫോൺ വിളിച്ചപ്പോ മാഷി പറഞ്ഞില്ല അവിടുന്ന് ഒഴിവാക്കണേന്ന്. എങ്ങനെയും പറഞ്ഞുകാണ്ട് അവിടെ തന്നെ ഓനെ നിർത്താൻ നോക്കി. ഇവനെ പാടെ നിർത്തിയാലേ അവിടെയുള്ള വേറെ കുട്ടികളും കൂടി നാസാവും. അതുകൊണ്ടേക്കാരെ ഓലേ ഇവനെ ഒഴിവാക്കുന്നു പറയേണ്ടത്. ഏതായാലും ഞാൻ ആ ഹെഡ്മാസ്റ്ററെ കണ്ടുകാണ്ടൊന്ന് വർത്താനം പറഞ്ഞു നോക്കട്ടെ. നല്ല രീതിയിൽ തീരാണെങ്കിൽ തീരട്ടെ. ആടാ ഞാനേ ഉമ്മറാജിന്റെ ബിൽഡിങ്ങിന് മുന്നിലുണ്ട്. ഇജ് വണ്ടി എടുത്തോ? ഇല്ലല്ല ഞാൻ വണ്ടി ഒന്നും ഇട്ടിട്ടില്ല. ആയിക്കോട്ടെ. ഡ്രസ്സൊന്നും മാറ്റണ്ട, ഞാൻ പയ്യെ തന്നെ ഇട്ടൊക്കെണ്ട്. എന്നാ ശരി, ഓക്കെ. എന്താ സാധനം ഇപ്പൊ ഇന്ന് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയത്? മൊബൈല് സാറ് മേടിച്ചു വെച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ സ്കൂളില്. ഇജ് മാഷിനോട് എന്താ പറഞ്ഞ പുറത്തിട്ട് തല്ലുന്നോ? ജൈന മാത്രം വലുതായിക്കണോ? അന്നോട് അമ്മമാനെ ഫോൺ എടുത്ത് പോകാൻ പറഞ്ഞേ. ആരെങ്ങളോട് പറഞ്ഞു? ഞാൻ സാറിനോട് തല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇജ് സാധനം ഇപ്പൊ എന്നോട് നോണൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ മാഷിന്റെ ഫോണിക്ക് അയച്ചെന്ന് ഇജ് പറഞ്ഞൊക്കെ റെക്കോർഡ് ചെയ്തിക്കണ്ട്. ഇജ് എന്താ വിചാരിച്ചിട്ടുണ്ട്? ഇജ് പഠിച്ചാനല്ലേ പോണ്ട്, അതാ ഗുസ്തിക്കാ പോണ്ട്? എന്താ എന്റെ കോലം? ആപ്പാ ഇത് ആ പണ്ടത്തെ കാലം ഒന്നല്ല. ഇതിപ്പോ ചെക്കന്മാരെ മോഡലാണിത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഉൾക്കൊള്ളാൻ പറ്റൂലല്ലേ? എടാ സാനുപ്പാ, എന്റെ എപ്പിയും ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചു തന്നെയാണ്. അന്ന് മാഷുമാരുണ്ടായിരുന്നു. ഒരു തച്ചും ചെയ്തിരുന്നു, ചീത്തയും പറഞ്ഞിരുന്നു. അതിന്റെ പേരിലൊന്നും ഞങ്ങൾ മാഷുമാരോട് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഞങ്ങൾക്ക് മാഷുമാരുടെ ബഹുമാനം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെ ഈ ജനറേഷനിലെ കുറച്ച് ആൾക്കാർക്ക് ഒരു ബഹുമാനവും ഇല്ല. നിങ്ങളൊക്കെ എന്തിനാടാ പഠിച്ചത്? ആപ്പ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ മക്കളെ കാര്യം നോക്കിയാൽ ഇന്നെ നോക്കാൻ എന്റെ വാപ്പുണ്ട്. അങ്ങനെ തന്നെയാണ്. മെയ്തോ, അന്നെ ആ സ്കൂളിൻ്റെ അവിടെ ഈ ബിസിനസ്സിന് പറഞ്ഞയച്ചിരിക്കണതേ അവിടുത്തെ ആ കുട്ടികളെ എണ്ണെടുക്കാനല്ല. സർഫോ, ആ PTA പ്രസിഡന്റ് ആ ഉമ്മറാജി ആയതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റണില്ല. പിന്നെ മാഷുമാരും നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. 4 ഭാഗത്തും അവർ നിൽക്കുക. അതുകൊണ്ടാണ് ഈ കച്ചവടം മോശം. സർപ്പോ, മെയ്ത് പറഞ്ഞത് ശരിയാണ്. ബസ് സ്റ്റാൻഡിലും ബുക്കാൻ കഴിയണില്ല. പോലീസുകാർ മഫ്റ്റിയിലാണ്. പിന്നെ ഏത് വലിക്കിലത് കൊണ്ടേ ബുക്കുക. അറിയാട്ടാ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങളെ കണ്ടുകാണ്ടാണ് നമ്മൾ ഇത്രയും സാധനം ഇറക്കിയിട്ടുള്ളത്. പൊതുവെ വരിക്കാർ കുറവാണ്. പൊടിയാണ് ഇപ്പൊ എല്ലാവർക്കും ആവശ്യം. ഈ ലെവലിലാണ് നിങ്ങളെ കച്ചവടമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതും കൂടി ഞാൻ തരൂല. ഇപ്പൊ പൊടിക്കും ആള് കുറവാ. ആ സിറിഞ്ച് ഉണ്ടല്ലോ, അത് കുറച്ച് ഇറക്കി. സിറിഞ്ചിന്റെ അടുത്തുണ്ട്, അത് എന്റെ ആവശ്യത്തിനുള്ള. നിങ്ങൾക്ക് എന്ത് ഇറക്കി തന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയണില്ലല്ലോ. നല്ല കോളേജ് ചെക്കന്മാരുണ്ട്. ഈ കച്ചവടം ഞാൻ ഓലണ്ട് ഏൽപ്പിക്കും. ഓലാവുമ്പോഴേ ഓൽക്ക് ഉപയോഗിക്കാനുള്ള സാധനം കൊടുത്താൽ മതി. കമ്മീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മാക്സിമം ശ്രമിക്കായിട്ടല്ല. നോക്കാം, നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാനുള്ള സാധനം കൊണ്ടാ. ഇത് നിങ്ങൾക്കുള്ള സാധനം. നിങ്ങൾ ഈ പരിപാടി ഉണ്ട് ഉസാറായിക്കോളി. എനിക്ക് മെച്ചുണ്ടാവും പോലെ നിങ്ങൾക്കും മെച്ചുണ്ടാവും.
എന്താ സൂക്കൂറാജ് റോട്ട് മുക്കണം ഇങ്ങോട്ട് കയറി പോരെ? ഞാൻ പെരീന്ന് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്, അത് അങ്ങോട്ട് വിളിച്ചിരുത്തിങ്ങൾ. എന്താ സൂക്കൂറ സംഭവം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ആ കീരി മൊയ്തും കോഴി സർപ്പും ഉണ്ടല്ലോ, ഓല കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണം കേട്ടോ. അതേമാതിരി തന്നെ ആ കുഞ്ഞോനും ആ പറമ്പിലെ ഓലൊക്കെ കൂടി നാട്ടിലെ ചെക്കന്മാരെ കേടെടുത്തുണ്ട്. മെമ്പർ എന്നുള്ള നിലക്ക് നിങ്ങൾ ഇടപെട്ടില്ലെങ്കിലോ വിഷയം ഗൗരവോ ഞാൻ പറഞ്ഞില്ലാറണ്ട. ഇജ്ജ് പറഞ്ഞ സംഭവം ഞാൻ അറിഞ്ഞേക്കണു. പക്ഷെ ഞാൻ വേറെ ആൾക്കാരെ വിട്ടിക്കാണ്ട് പല വട്ടം വാണിംഗ് കൊടുത്താണത്. മെമ്പർ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഓൽക്കേ നല്ല അടി കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിലേ ഞങ്ങൾ നാട്ടിൽ ചെക്കന്മാരെ കൂടി കൂടിക്കാണ്ടേ ഉറപ്പായിട്ട് പോലെ മൂലക്കെട്ട് കജ്ജും കാലും മുറിച്ചു. പിന്നെ അപ്പൊ നിയമം പറഞ്ഞിക്കാണ്ട് വരരുത്. നിങ്ങൾ നിയമം കയ്യിലെടുക്കൊന്നും വേണ്ട. ഞാൻ SIക്ക് വിളിച്ചു പറഞ്ഞിക്കാണ്ട് വേണ്ട നടപടി എടുത്തോളാം. ഇപ്പത്തെ പുതിയ പ്രശ്നം എന്താണ്? ഓല കാര്യത്തിൽ പുതിയ പ്രശ്നം പഴയ പ്രശ്നം അങ്ങനൊന്നും ഇല്ല മെമ്പറെ. ഡെയിലി പ്രശ്നം ഉണ്ടായിക്കൊണ്ടല്ലേ. ഓൾ ചേച്ചിന്റെ പണി എന്താ നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ ഹൈസ്കൂളിന്റെ ബാക്കില് കച്ചവടം ചേച്ചിയാണ് നമ്മളെ കീരി മൊയ്തു. ആർക്കെന്നറിയോ? സ്കൂൾ പഠിച്ച കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുക, അതാണ് അവന്റെ പണി. അങ്ങനൊക്കെ ഉണ്ടോ? എന്നിട്ട് HM ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ കൂടി കണ്ടു അയാള് പറയില്ല. ഈ 3 ആൾക്കാർ എല്ലാവർക്കും പേടിയാണ്. കാരണം ഓല് നല്ല ബോധത്തിലല്ലല്ലോ. ഓലേക്ക് എന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിൽ അതിട്ട് കുത്തി കയറ്റൂലേ. ഏതായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുക. ഒരു മെമ്പർ എന്നുള്ള ആൾക്ക് എന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും. മെമ്പറെ എന്നാ അതേമാതിരിക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞിട്ട്, ഇനി വളർന്നു വരുന്ന യുവാക്കളുണ്ടല്ലോ, ഓലൊക്കെ മിക്കവാറും കുട്ടികളൊക്കെ ഈ ലഹരിക്ക് അടിമയായി മാറും. ഇവലെ ഈ കാട്ടിലുണ്ട്. അത് നിർത്തലാക്കണം. നമുക്ക് ഈ സമൂഹത്തിൽ ഇങ്ങനെ സംഗതി നടക്കാൻ തന്നെ പാടില്ല. ചായ തുറന്നിട്ടുണ്ട് എടുത്താണ്. ജേ ഔത്തേക്ക് കേറാൻ വരട്ടെ. എത്തൊക്കെ സ്കൂളിൽ കാട്ടിക്കൂട്ടിക്കുണ്ട്. മാഷിന്റെ ഫോണ് പിടിച്ചേ. അപ്പൊ മാഷ് അത് തരൂലായിരുന്നു. അപ്പൊ ഞാനാണ് ചൂടായതാണ്. അപ്പൊ സാനിപ്പ സ്കൂൾക്ക് ഫോണ് കൊണ്ടാൻ പറ്റൂലെന്ന് എനിക്ക് അറിയില്ലേ. ഇജിന്റെ ഫോണ് കട്ടെടുത്ത് കൊണ്ടുപോയതല്ലേ. ഞാൻ ഫോൺ കിട്ടണമെങ്കിൽ പപ്പാനോടാണ് ചെല്ലാൻ പറഞ്ഞോളൂ. എന്നോട് ഞാൻ സ്കൂൾക്ക് വരണ്ടാന്ന് ഇറങ്ങണേ. ഞാൻ മാലുടി പോവാ. അപ്പണ്ട് സ്കൂൾക്ക് പോയിട്ട് എന്റെ മാസ്റ്റർ വിളിച്ചിട്ട് ഇപ്പപ്പാനോട് HM എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ അയാളെ തല ഞാൻ തച്ചാ പൊളിച്ചു. ഇജി സാനിപ്പ കാട്ടിയതും പറഞ്ഞതൊക്കെ ആ മാഷേ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വെറുതെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. നിങ്ങൾ ഇനിയിപ്പോ അതിനെ പറ്റി ഒന്നും പറയണ്ട. നിങ്ങൾ ഞാൻ ചോറാന്തി കാണിക്കും മാലുടി പോണം. നല്ല ചേൽക്ക് നടന്ന സാനിപ്പ അതാ എനിക്ക് നല്ല കിട്ടാ. അപ്പൊ എത്ര ആയാലാ? എനിക്ക് നാളത്തെ 50 രൂപ തരാനും ഉണ്ട്. അപ്പൊ ആ 50 നിങ്ങൾ തന്നു കൂടെ. ഇപ്പത്തെ 200 രൂപ ഉണ്ടാവും. അബോ മിരാങ്ക നിങ്ങളാ? എവിടുന്ന അബോ ഇജ്ജും കുടിക്കാരത്തി കൂടി വരുന്നു? ഞാനേ കുടിക്കാതിക്ക് നാളെ ഓപ്പറേഷൻ കഴിഞ്ഞില്ല ആറ്റിന്റെ. അതിന് ഇന്ന് കാണിച്ചു കൊടുക്കണ യൂസ് ചെയ്യുന്നു. അപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി വരികയാണ് ഇപ്പൊ. എത്താ അബോ? എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ പോക്ക്? മാറ്റെന്ന് പറയണേ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യായി അവിടുന്ന് 3 പിരിച്ചിക്കാണും കടം വാങ്ങിക്കാണൊക്കെ പറഞ്ഞാ ചെയ്തത്. പിന്നെ ഇപ്പൊ പ്രതീക്ഷക്ക് ബകല്ലാന്ന ഡോക്ടർ പറഞ്ഞത്. വല്ലാതെ ഇളകി നടക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എത്ര പഠിച്ചോന്നൊക്കെ പറയില്ലാത്തപ്പോ കാട്ടും. അനക്ക് എന്നാലേ അന്റെ ചെക്കന് ഈ ആശുപത്രിക്ക് പോയപ്പോ ഒന്ന് കൂട്ടിക്കൂടെന്നോ? അനക്കാണെങ്കിൽ ശ്വാസം മുട്ടലുമാണ്. ഇതത്തെ വീരാങ്ക ഓന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയാത്ത നിങ്ങൾക്ക് അറിയാലോ. ഏത് നേരത്തെ ഓന് ശരിക്കൊരു സ്വബോധം ഉള്ളത് വല്ലതാണ്ട് പറയാൻ പറ്റുമോ? നെഞ്ഞത്തേക്ക് ചാടും. പേടിച്ചിക്കാനാണ് ആ കൂരിനുള്ളിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്ന 2 മനുഷ്യന്മാര്. ഈ സംഗതികളൊന്നും ഓപ്പോഴും മാറ്റിയിട്ടില്ലേ? ഓന്റെ അടുത്ത് ഇത് ഉണ്ട് എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പുള്ള കുട്ടിയാക്കേ ആരും പേടിയില്ല. ഈ ദുശ്ശീലൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഓനേ കോഴിക്കോട് ആസ്പത്രി കൊണ്ടുപോയിട്ടിരുന്നു. അവിടുന്ന് ഓലെ കണ്ണ് വെട്ടിച്ച് കണ്ടോ ചാടി. പിന്നെ പിച്ചു ഒതുക്കാൻ പറ്റിയ പ്രായമല്ലല്ലോ പോവാം. നമ്മളെ കുട്ടിക്കാലം പോലൊന്നും അല്ല. അന്നൊക്കെ ഒരു ചെറിയ കള്ളുടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുട്ടികളെ അടുത്ത് പൊടി, പിന്നെ ഈ സൂചി അടിച്ചിന്റെ പരിപാടി അങ്ങനെയൊക്കെയാണ്. ഈ കുട്ടികൾ തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവേണ്ടത്. ഇവനും പറ്റിയിക്കേണ്ട അത് തന്നെയാണ്. 2-3 കൂട്ടുകാരന്മാരുണ്ട്. അന്തിക്ക് മീൻ പിടിച്ചാൻ പോവുക, നായാട്ടിന് പോകാനെ കൊണ്ടുപോവുക. ഇന്റെ കുടിയിലുണ്ടല്ലോ ചെറുതൊന്ന് വലുതായി വരുന്നു. പേടിയാണ് മനസ്സിന്. ഇതൊക്കെ എവിടുക്ക എടുക്കണമെന്നാവോ? ഓളേ ഒറ്റക്കാണ്ട് പേക്കുണ്ട്. കഞ്ഞി കൊടുക്കാനുണ്ട്, മരുന്ന് കൊടുക്കാനുണ്ട്. പേച്ചാ പോണ്ടത്. ഞാണ്ടേ പോവാണ് കേട്ടാ. നമുക്ക് കാണാം. ആയിക്കോട്ടെ. ഈ നായി ഇവിടെ ഇല്ലേ? കോഴി സർഫ് ഇവിടെ മനുഷ്യനെ കാണില്ലല്ലോ. സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുകാണ്ട് പോകായിരുന്നു. സാർ ഇവിടെ ആരും ഇല്ലല്ലോ. എവിടുക്ക പോയിരുന്നു? ഇതിന്റെ സുഖം വേറെ തന്നെ കേട്ടോ. ഏകാന്ത ചന്ദ്രികേ പാടുന്നിതാ. അപ്പുട്ടിയെ എന്നോട് ഞാൻ പറഞ്ഞിക്കണേ സാധനം വാങ്ങി ഞാൻ ഇവിടുന്ന് സ്ഥലം വിടണമെന്ന്. എന്റെ പെരന്റെ മുന്നിൽ നിന്ന് കണ്ട് ചെറിച്ചാദ്യം പാട്ട് ഇടാതെയും വേ സ്ഥലം വിടാൻ നോക്ക്. കുഞ്ഞോനെ എൻ്റെ അടുത്ത് കായുണ്ടോ? കായില്ലെങ്കിൽ സാധനം ഞാൻ തരൂല.
ബേം വണ്ടി വിട്ടോ. സഫോ, ഞാൻ എനിക്ക് ലക്ഷങ്ങളൊന്നും തരാനില്ലല്ലോ. എനിക്ക് വലിച്ചാഞ്ഞൊരു കയ്യും കാലും വറക്കുന്നുണ്ട്, ഒന്ന് കൊണ്ടടാ. അനക്ക് ഞാൻ വിൽക്കാൻ തന്ന സാധനം ഇജ് സ്വന്തമായി അത് വലിച്ചു തീർക്കാണ്. ഇനി ഇജ് പൈസ ആയിട്ട് എന്ന് വരുന്നു അന്നേ എനിക്ക് സാധനമുള്ളൂ. അങ്ങനെ പൈസ ഞാൻ അങ്ങോട്ട് വരാം, സാധനം എടുത്ത് വെച്ചോ. കഞ്ഞി എല്ലാം കുടിച്ചാൻ പറഞ്ഞേക്കണു. എന്നാ ഞാൻ കുടിച്ചാ അവിടെ പറ്റുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ വെറും വെള്ളേ പറ്റുള്ളൂ. അവിടെ കുടിച്ചൂടെ? മടിച്ചല്ലേ? മതി മതി നിർത്തിക്കാളി വേണ്ട. നമ്മളെ കുഞ്ഞോനെ നമ്മളെ പോയ എടുത്തിട്ട് വന്നിന്നാവല്ലേ, തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല കുട്ടി. ഓൻ വന്ന് തിന്ന് പോയിട്ടുണ്ടാവും. ഇഞ്ചി ബെജാതെ ഉണ്ടാക്കി വെച്ചേക്കണ്ടോ? പിന്നെ അതിന്റെ സോക്കടിച്ചു കൂട്ടണ്ട. ഓന്റെ കാര്യം ആലോചിക്കാണ്ട്. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. പെറ്റ തള്ളാർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. ഞാൻ വെജാതെയാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പോയത്. എൻ്റെ കുട്ടി തുള്ളി വെള്ളം കുടിച്ചോട്ടെ ചേട്ടാ. നമ്മളെ കുട്ടിയെ ചെറുപ്പത്തിൽ എന്തോ സ്വഭാവം കാര്യന്നോ ഈ കൂട്ടിട്ട് കൂടിൻ്റെ രസമാണല്ലോ ഓ ഇങ്ങനെ നാശമായത്. അന്നൊക്കെ വലിയ കാര്യം, ഇന്ന് അതിലേറെ കാര്യമായിരുന്നു. ഈ ഓരോരുത്തർ കൊണ്ടുവന്നിക്കാണ്ടേ മീൻ പിടിച്ചാൽ നായാട്ടിൽ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അന്നാ കൊണ്ടുപോകുമ്പോൾ നമ്മളെന്നത് അറിയില്ല എന്തിനാണ് ഈ കൊണ്ടുപോകുന്നത്. എന്തായാലും മൺ തിന്ന് പോയിട്ടുണ്ടാവും. തീരെ വെച്ച ആ ഗുളിക കൊണ്ട് കുടിച്ചിട്ട് ഭയങ്കര സീനുണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടാ. എന്നാ പോയി കിടന്നോ. ഞാൻ പീടി പോയിക്കാണ്ടേ കുറച്ച് സാധനങ്ങൾ മാണം നേരത്തെ പറഞ്ഞല്ലോ ജി. അത് പോയി കൊണ്ടും നിക്കി വെച്ചിട്ട് ഞാൻ വരട്ടാ. പോകുമ്പോ നോക്ക തട്ടി തള്ളി വികല്ല ടാ. ഇമ്മ ഇപ്പൊ എടുക്ക പോയി? ആ മരക്കുട്ടി വന്നാ ഇപ്പൊ അങ്ങാടിക്ക് പോയതാണ്ടാ. മരക്കുട്ടി തുള്ളി കഞ്ഞിൻ്റെ അടുത്ത് കുടിച്ചോളെ. എനിക്ക് കഞ്ഞും ചോറും വേണ്ട, പൈസ തന്നെ വേണ്ടേ. ഒരു പൈസ ഉണ്ടാ? എത്തോ ഞാനേ അത് ആസ്പത്രിയിൽ കൊടുന്ന് വെച്ചാണ്. പഠിച്ചോനെ അതവിടെ നോട്ടടാ. പൊന്നോനെ അതൊക്കെ വലിച്ചിടല്ലടാ. അമ്മനെ കൊണ്ടൊന്ന് നേരെയാക്കാൻ വെച്ചെന്റെ പൊന്നോനെ പഠിച്ചോനെ ഒത്തുല്ലടാ അവിടെ. പഠിച്ചോനെ ഇത് ഞാൻ കൊണ്ടുപോവാ. എന്റെ പഠിച്ചോനെ ചുന്നെ കൊണ്ട് പിടിച്ചടാ എന്നെ പൊടിച്ചോനെ. ആ ആടൊക്കെ വെള്ളം കാട്ടിയ നബീസുവാ. ആ അറ്റം കാട്ടിയിരിക്കണു. നിങ്ങൾ എന്താ എത്ര പെട്ടെന്ന് പോന്നു? തേങ്ങടല് കഴിഞ്ഞാ? കഴിഞ്ഞിട്ടൊന്നുമില്ല, കുഞ്ഞുട്ടൻ അവിടെ ഇടുന്നുണ്ട്. ഞാൻ 10 ഉണങ്ങിയ തേങ്ങയായിട്ടാണ് പോരിയായി. വേറൊരു സംഗതി ഉണ്ട്, നമ്മളെ അബുവിന്റെ പെണ്ണുങ്ങള് മരിച്ചടി. തന്നെ അത് മരിച്ചോ? ഇവിടെ ആരും പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ അതിന്റെ അടുത്ത് പോയിന്നല്ലോ, അപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അത് എല്ലാരും അറിയാനാവണുള്ളൂ നബീസുവോ. ഓള് സോക്കടുണ്ടായിട്ട് മരിച്ചതൊന്നും അല്ല. ഓളെ മോണ്ടല്ലോ, ഓൻ ശ്വാസം മുട്ടിച്ച് കാണ്ടേ കൊന്നതാണോലോ. പഠിച്ച റബ്ബ, ഈ മക്കളൊക്കെ എങ്ങനെ കാട്ടിയ എന്താ ചെജ്ജ? ഇനിയിപ്പൊ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? പോസ്റ്റ്മോർട്ടം ഒക്കെ ചെജ്ജണ്ടി വരുടി. ഞാനേ ഇങ്ങോട്ട് പോന്നപ്പോളേ ബിന്ദുവിന്റെ അപ്പുട്ടിന്റെ ആണ്ട് മണ്ടുണു. അപ്പൊ ഓ എന്നോട് പറയേ ഞാൻ ഏതായാലും കജ്ജും കാലും കഴിക്കാണ്ടേ ഒന്ന് കുളിച്ചുകാണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാ ഞാനും ഉണ്ട്, ഇച്ചൊന്ന് പോരായി നിങ്ങളപ്പോ. ഇജ്ജിന്റെ ഒപ്പം ഒന്നും പോരണ്ട. ഇജ്ജ് അപ്സത്തിന്റെ ഒപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പോന്നോണ്ടി. ആസത്തിരിന്ന് കൊടുന്നിട്ടില്ല. ആസത്തിരിന്ന് കൊടുന്നിട്ടൊക്കെ പോയാൽ മതി നിങ്ങൾ പെണ്ണുങ്ങള്. അബുവിന്റെ കാര്യത്തിലാണ് ഇച്ച് വലിയ അടങ്ങാറടി. ഓ എന്നെ കണ്ടപ്പോൾ കൂടി പറഞ്ഞിരുന്നു, ഇന്റെ ചെക്ക ഉണ്ടാവേണ്ട കാലത്തോളെ ഇച്ചെന്റെ ഇരിക്കക്കൂരി കെടുക്കാൻ പേടിയാണ്. വലിയ വലിയ മക്കൾ ഇപ്പൊ ഇങ്ങനെ കാട്ടിയാലേ ബാപ്പി ഇമ്മി എന്താ ചെജ്ജ. പൊന്നാര സുക്കൂറെ, ആ ചെറ്റോ അവന്റെ അമ്മാനെ കൊന്നു. ഓനൊന്നും ഉറക്കാത്ത കജ്ജില്ല കേട്ടോ. ആ ചെറ്റനെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല, ഓൻ മുങ്ങി നടക്കാന്ന് കേട്ടെ. അഥവാ നമ്മളെ കൈക്ക് കിട്ടണമെങ്കിലേ നല്ല പേര് മാറിയിട്ട് പോലീസിന് കൊടുത്താൽ മതി. ഓനല്ല നിക്കണ്ടേ, ഓൻ ലോറിയെടുത്ത് അട്ടപ്പാടിക്കുള്ള പരിപാടി കയറട്ടാ. ഉണ്ടല്ല, നമുക്ക് ഓൻ ആ തോട്ടിനടുക്ക് പായിപ്പിച്ച. ഞാൻ മെമ്പർക്ക് വിളിച്ച് പറയാം മൂപ്പരോട് അങ്ങോട്ട് വരാന്. ഓനതാ മണ്ടുണടാ.
ഓനൊന്നും ചെയ്യല് ഓട് ഞാൻ പറഞ്ഞിട്ടില്ല നിയമം കയ്യിലെടുക്കരുത്. എന്ത് മെമ്പർ നിങ്ങൾ പറഞ്ഞു ഇവനെ പോലത്തെ ആൾക്കാരെ ഇനിയും ജീവിച്ചാൻ വിടെ. നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. തക്കതായ ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കാം. എന്തിനാടാ ജാ പാവം ഉമ്മാനെ കൊന്നത്? ഇന്നെ പ്രസവിച്ചീന് എന്റെ അമ്മാക്ക് കൊടുത്ത ശിക്ഷയാണ് ഞാൻ. പൊന്നാര മക്കളെ, നമ്മളെ മാതാപിതാക്കളോടെ നല്ല സ്നേഹത്തിൽ നിൽക്കിട്ടോ. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിക്കാണ്ട് ഓലങ്ങൾ ഉപദ്രവിക്കലിട്ടോ. ഓലങ്ങൾ ഉപദ്രവിച്ചാലേ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ഓല നല്ല സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ച്, അതാണ് ഈ ബീരാങ്ങാക്കൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ.